കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ കൂടി വന്നിട്ടുണ്ട്. അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റിലേക്കുള്ള അപേക്ഷയാണ് വിളിച്ചിട്ടുള്ളത്. 30/4/2026 കസ്റ്റഡിയിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് 3/6/2026 ആണ്. കാറ്റഗറി നമ്പർ 19/2026 ആണ്. PSCയുടെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തവർക്ക് ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യേണ്ട വഴി PSCൻ്റെ വെബ്സൈറ്റ് ആണ് കേട്ടോ. അപ്പോൾ കേരള സ്റ്റേറ്റ് ബാക്ക്വേർഡ് ക്ലാസസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കാണ് അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റിലേക്കുള്ള അപേക്ഷ വിളിച്ചിട്ടുള്ളത്. 55,200 മുതൽ 1,15,300 വരെയൊക്കെ ശമ്പളം ലഭിക്കുന്ന ഒരു പോസ്റ്റാണിത്. നിലവിൽ ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വേക്കൻസി വിലയിരുത്തി അപേക്ഷിക്കാതിരിക്കേണ്ട, യോഗ്യതയുള്ള താല്പര്യമുള്ള എല്ലാവരും അപ്ലൈ ചെയ്യുക. മുന്നോട്ട് വേക്കൻസി കൂടുമെന്നുള്ള കാര്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ആണ്. യോഗ്യതയുള്ള എല്ലാവർക്കും തന്നെ അപേക്ഷിക്കാൻ സാധിക്കും. 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. 2/1/1986 1/1/2008 ഈ ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം. OBCക്ക് 3 വർഷത്തെയും SC/STക്ക് 5 വർഷത്തെയും പ്രായത്തിലുള്ളവ് ലഭിക്കും. യോഗ്യത ഈ പറയാൻ പോകുന്ന എല്ലാ യോഗ്യതകളും നിർബന്ധമായിട്ടും വേണമെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം. അതിനുശേഷം നിങ്ങൾക്ക് MBA ഇൻ എനി ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം എന്നുള്ളൊരു കാര്യം കൂടി കാണാൻ സാധിക്കും. MBAയും വേണം. പിന്നെ PGDCA ഒബ്റ്റൈൻഡ് ഫ്രം യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ റെക്കഗ്നൈസ്ഡ് ബൈ സ്റ്റേറ്റ് ഓർ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഉണ്ടായിരിക്കണം എന്നും കൂടി പറയുന്നുണ്ട്. അപ്പോൾ ഈ 3 യോഗ്യത ഉണ്ടായിരിക്കണം. അതിൻ്റെ കൂടെ തന്നെ 2 വർഷത്തെ എക്സ്പീരിയൻസും കൂടി പറയുന്നത് കാണാൻ സാധിക്കും. പബ്ലിക് സെക്ടറിലോ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ഫേമിലോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മാക്സിമം ഈ പറഞ്ഞ യോഗ്യതയുള്ള സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. ഈ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ PSCൻ്റെ പ്രൊഫൈലിൽ ലഭിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ബാക്കിയുള്ള അപ്ഡേറ്റിന് കൃത്യമായി നമ്മുടെ യൂട്യൂബ് ചാനലാണെങ്കിലും പിന്നെ വാട്സപ്പ് ചാനൽ ഉണ്ട് താഴെ. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യാനായിട്ട് മറക്കേണ്ട.